വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഓട്സ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ല എങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതിയാകും. ബട്ടർ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് അളവിൽ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പൊടിയായിട്ട് കൈവശമില്ലാത്തവർക്ക് ശർക്കര ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായി ഇളക്കുക. ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ശർക്കര ലായനി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓട്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഈ ഓട്സ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആക്കി കഴിഞ്ഞാൽ ഈ ശർക്കരപ്പാനിയൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. 3 മിനിറ്റ് ലോ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഈ ഒരു ശർക്കരപ്പാനിയിൽ ഈ ഓട്സ് കിടന്ന് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, അതായത് ഒരു 1/4 ഭാഗം മാത്രം നമ്മൾ ശർക്കരപ്പാനി വറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു 2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് ഈ തേങ്ങായും ഓട്സും നല്ല രീതിയിൽ വറ്റി ആ ഒരു വിട്ടുവരുന്ന ഒരു പരുവം ഉണ്ടല്ലോ, അതുവരെ നമ്മൾ ഇതിനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ശർക്കരപ്പാനി ഏകദേശമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഓട്സ് ഇട്ട് കൊടുത്തത് ഇതൊരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഓട്സ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിനെ 4 മിനിറ്റത്തേക്കിന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഈ കടായിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രമാത്രം മതിയാകും. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പീനട്ടാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് പീനട്ട് എടുത്തിട്ടുള്ളത്. പീനട്ടിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് ഞാൻ വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഇടികലിൽ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ഇനി ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കറുത്ത എള്ളും വെളുത്ത എള്ളുമാണ്. നിങ്ങളുടെ കൈവശം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ വക സാധനങ്ങളെല്ലാം നന്നായിട്ട് ഈ ബട്ടറിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ റൗണ്ടാക്കി എടുക്കണം. കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം റൗണ്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി നമ്മളിതിനെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ബദാമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാത്തിനെയും റൗണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് ബദാം വെച്ച് കൊടുക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഈ ഒരു ഹെൽത്തി സ്നാക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. വൈകുന്നേരങ്ങളിൽ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സ്നാക്സ് ഒക്കെ ഒഴിവാക്കി ഇതേപോലെ ഹെൽത്തി സ്നാക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇത് കുട്ടികൾക്ക് 100% ഷുവറാണ് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. ഇനി മധുരം അധികം വേണ്ടാത്തവർക്കാണെങ്കിൽ ശർക്കരയുടെ അളവൊക്കെ കുറച്ചു കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഓട്സിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ, വിറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഓട്സ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക.
ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ഒരു റെസിപ്പിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണും വരേക്കും ഗുഡ് ബൈ.